ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിലോട്ട് അല്പസമയം കടന്നു വരുമ്പോൾ आज रात प्रभु के वचन की ओर यदि हम प्रवेश करेंगे तो ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. और कुछ वचनों को मैं आपके सम्मुख पढ़ना चाहूंगा. സങ്കീർത്തനങ്ങൾ 2:8 വാക്യം. भजन संहिता 2 उसका 8. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. मुझसे मांग और मैं जाति जाति के लोगों को तेरी संपत्ति होने के लिए और दूर दूर के देशों को तेरी निज भूमि बनने के लिए दूंगा. വേറെ ഒരു വാക്യം കൂടി വായിച്ചു കൊള്ളട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം. और नेहम्या उसका पहला अध्याय അതിന്റെ 3-ാം വാക്യം और उसका 3रा पद. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. नेहम्या 1 उसका 3. उन्होंने मुझसे कहा, जो बचे हुए लोग बंधुआई से छुटकर उस प्रांत में रहते हैं वे बड़ी दुर्दशा में पड़े हैं और इनकी निंदा होती है क्योंकि यरूशलेम की शहरपनाह टूटी हुई और उसके फाटक जले हुए हैं. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. और ये बातें सुनते ही मैं बैठकर रोने लगा. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, और कितने दिन तक विलाप करता और स्वर्ग के परमेश्वर के सम्मुख उपवास करता और यह कहकर प्रार्थना करता रहा. ഞാൻ ഈ വാക്യം പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ വായിക്കുവാനിടയായതിന്റെ കാരണം, और विशेष आज इस रात्रि सभा में इन आयतों का उद्धरण करने के पीछे का कार्य 2019 മുതൽ 2020 മാർച്ച് മാസം വരെ 2019 से 2020 के मार्च महीने तक ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്ന വിഷയം ഉണർവ് എന്നുള്ളതായിരുന്നു. मैं मेरी मंडली में जहां पर मैं सेवकाई करता हूं वहां जागृति उस विषय को मैं सिखा रहा था. 56 ലെസൺസ് കഴിഞ്ഞ ശേഷം ഏകദേശം 1 വർഷം 2 മാസം കഴിഞ്ഞു. और लगभग 56 अध्याय या 56 दिन मैंने उस प्रकार की सेवकाई की. ലോകത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഉണർവുകൾ, और विश्व के इतिहास में हुई जागृतियां, വേദപുസ്തകത്തിലുള്ള 8 ഉണർവുകൾ, बाइबल के अंदर 8 से अधिक अलग अलग जागृतियों की घटनाक्रम उन बारे में, അമേരിക്ക, ഇന്ത്യ, മറ്റു രാജ്യങ്ങളിൽ നടന്ന ഉണർവുകൾ, अमेरिका में भारत में जो जागृतियां हुई उसके बारे में, ഈ വിഷയങ്ങളെയെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം എപ്പോഴും പറയുമായിരുന്നു. और ये सारी जागृतियों के बारे में अध्ययन करके सिखाने के बाद में उन सारी बातों में से जो मैंने सीखा मैं इस प्रकार से कहता था, ദൈവരാജ്യത്തിന്റെ ഉണർവ് ദേശത്ത് വരണമെങ്കിൽ ഒരു വ്യക്തി അതിന് വില കൊടുക്കണം. और परमेश्वर के राज्य की वो जो जागृति यदि प्रकट होना है तो उसके लिए एक व्यक्ति को कीमत चुकानी पड़ती है. ലോക ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിലെ ഉണർവുകളിലെല്ലാം ഏത് സമയത്ത് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി അതിന് വില കൊടുത്തു. विश्व इतिहास में मसीही जागृति के अंदर हर अवस्था में हर समय में हम देखते हैं किसी न किसी एक व्यक्ति ने उसके लिए कीमत को अदा किया है. 2020 ആദ്യ ഭാഗത്ത് ഞാനിത് എല്ലാ ഞായറാഴ്ചയും വിളിച്ചു പറഞ്ഞു. और 2020 के आरंभिक महीनों में हर रविवार मैं उस बात की घोषणा करता था. ന്യൂയോർക്ക് സിറ്റിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ ഉണർവ് വേണമെങ്കിൽ ന്യൂയോർക്കിൽ ആരെങ്കിലും ഒരു വ്യക്തി വില കൊടുത്തേ മതിയാകത്തുള്ളൂ. और न्यूयॉर्क जहां पे मैं रहता हूं वहां पर यदि जागृति को देखना है तो किसी न किसी को कीमत अदा करने के लिए तैयार होना पड़ेगा. ഇങ്ങനെ മാർച്ച് മാസത്തോടായി കഴിഞ്ഞപ്പോൾ, और ऐसा बोलते बोलते मार्च महीना पहुंचा तब മാർച്ച് മാസം ഒരു 21 ഡേ ഫാസ്റ്റ് നടക്കാറുണ്ട്. मार्च में 21 दिन का एक उपवास प्रार्थना हम आयोजित किया करते थे. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മീറ്റിംഗുകളിൽ നടക്കാറുണ്ട്. और उन सभाओं में बहुत से चिन्ह चमत्कार होते हैं. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും
സിഖ് വിശ്വാസത്തിൽ നിന്നും അനേകർ രക്ഷിക്കപ്പെട്ട് ആ സമയത്ത് കടന്നു വന്നിട്ടുണ്ട്. और बहुत सारे गैर मसीही लोग उन सभाओं में प्रभु को पहचानते हैं और अपना जीवन प्रभु के हाथों में सौंपते हैं. ഭൂതങ്ങൾ വിട്ടുപോകുന്നു, മറ്റ് അത്ഭുതങ്ങൾ ആ ഉപവാസ പ്രാർത്ഥനകളിൽ നടക്കാറുണ്ട്. लोगों के अंदर से दुष्ट आत्माएं निकल जाती है, कई प्रकार के चमत्कार व्यक्ति जीवनों में होते हैं. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ആയിരിക്കുന്നതിനാല് ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ്. और इस प्रकार की सेवकाइयां उन उपवास प्रार्थना में प्रकट होती है, इसलिए लोग बड़े ही आग्रह के साथ में उन सभाओं में भाग लेने के लिए इच्छुक रहते हैं. ഈ 2020 ഈ 21 ഫാസ്റ്റിംഗിന്റെ അവസാന ഭാഗമായപ്പോൾ ഞാൻ രോഗിയായി മാറി. और 2020 के उपवास प्रार्थना के आखिरी चरण में मैं स्वयं बीमार हो गया. ഈ കോവിഡ് എന്ന് പറയുന്ന ആ അസുഖം ആർക്കും എന്തെന്നറിയത്തില്ല, ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയത്തില്ല. और कोविड कैसे इलाज करना है, क्या दवाई देनी है, किसी को मालूम नहीं था. പെട്ടെന്ന് ഞാൻ രോഗിയായി മാറി, ശ്വാസത്തിന് പ്രോബ്ലം വന്നു. और अचानक मैं बीमार हो गया, श्वास लेने में मुझे तकलीफ होने लगी. ആംബുലൻസ് വിളിച്ചു, ആംബുലൻസിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട്. ആംബുലൻസിൽ വെച്ച് തന്നെ ഞാൻ അബോധാവസ്ഥയിലായി. और एम्बुलेंस आई, एम्बुलेंस में चढ़ा, उतना मुझे याद है, उसके बाद में बेहोश हो गया. ഞാൻ അവിടെ നിന്ന് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഹോസ്പിറ്റൽ. 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. और 5 मिनट की दूरी थी अस्पताल, हम वहां 5 मिनट में पहुंच गए. ഉടൻ തന്നെ എന്നെ വെന്റിലേറ്ററിലാക്കി. मुझे तुरंत वेंटिलेटर में चढ़ा दिया. എന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ മരിച്ചുപോയി എന്ന് കേൾക്കുവാൻ പിന്നീടിടയായി. और मेरे साथ में अन्य लोग जो वहां भर्ती थे, उन सब की मृत्यु हुई, बाद में मुझे मालूम पड़ा. അനേകർ മരിച്ചു എന്ന് കേൾക്കുവാനിടയായി. बहुत सारे लोगों की वहां पर उस अस्पताल के अंदर मृत्यु हुई, बाद में मैंने ആ सुना. ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുവാനുള്ള പ്ലാനുകൾ ചെയ്തു. और उस अस्पताल से दूसरे एक अस्पताल में मुझे स्थानांतरित करने की योजनाएं बनाई गई. കോവിഡിന്റെ ഏറ്റവും ഭയാനകരമായിരിക്കുന്ന ശക്തിയുള്ള വനത്തിന്റെ സമയമായിരുന്നു അത്. और उस समय कोविड बहुत ही खतरनाक रीति से उन क्षेत्रों में फैल रहा था. കോവിഡിന്റെ പ്രശ്നം അനുഭവിച്ച ഒരു വ്യക്തി പോലും സൗഖ്യം പ്രാപിക്കാത്ത ഒരു സമയം. और उन दिनों में, उस समय में जो भी कोविड से प्रभावित हो जाता, वह उसमें बच नहीं पाता था. വലിയ ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഔട്ട്സൈഡിൽ ബോഡി എടുത്തിടുവാനായിട്ട്. और बड़ी बड़ी ट्रकें अस्पतालों के बाहर खड़ी रहती थी, कोविड के कारण लोगों की जब मृत्यु होती, उनकी लाश ले जाने के लिए. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. हजारों की संख्या में लोगों की मृत्यु उस समय में हो रही थी. ആരും ആ ശരീരത്തിന്റെ അടുക്കൽ പോലും അടുത്തു വരാത്ത സമയം. कोई भी उन मृत शरीरों के पास में भी नहीं पहुंचता था. ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് എന്നെ മാറ്റുവാനായിട്ട് ആ കുടുംബം പ്ലാൻ ചെയ്തു. और उस अस्पताल से दूसरे के अस्पताल में मुझे ले जाने के लिए मेरे परिवार के लोगों ने योजना बनाई. ഞാൻ അൺകോൺഷ്യസ് ആണ് ആ സമയത്ത് മുഴുവൻ. मैं बेहोश था, मुझे कुछ भी मालूम नहीं. ഞാൻ ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല, പിന്നീട് പറഞ്ഞു കേട്ടതാണ്. मुझे कुछ भी नहीं मालूम था, बाद में मुझे बताया गया. എന്നെ ആംബുലൻസ് എന്നെ വെന്റിലേറ്ററിൽ നിന്നും സ്ട്രെച്ചറിലോട്ട്, പോർട്ടബിൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുവാൻ നോക്കിയപ്പോൾ കൈ അനക്കിയാൽ എന്റെ ഹാർട്ട് നിന്നു പോകുന്നു. और उस वेंटिलेटर में जहां पर मैं अस्पताल में रखा था, वहां से मुझे अन्य अस्पताल में ले जाने के लिए स्थानांतरित करने का जब वो प्रयास करते, जैसे वेंटिलेटर को हटाते, मेरी हृदय की गति जो है वो थम जाती. 4 പ്രാവശ്യം ആംബുലൻസ് വന്നു. സാധാരണ അത് ചെയ്യത്തില്ല, എന്നാൽ ആ ഡോക്ടറുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് താൻ അയച്ചു, വന്നു, എന്നിട്ടും മാറ്റുവാൻ കഴിയാത്ത അവസ്ഥ. 4 बार दूसरे अस्पताल से एम्बुलेंस आई मुझे ले जाने के लिए, लेकिन चारों बार वो योजना असफल हो गई. 5ാമത്തെ പ്രാവശ്യം അവര് ആ ബോഡി അഥവാ എന്റെ ശരീരം അവര് മാനുവലി പമ്പ് ചെയ്തുകൊണ്ട് ബോഡി മാറ്റുവാനിടയായി എന്റെ ശരീരം. और 5वीं बार मैनुअली मुझे पंप देते हुए मेरे शरीर को मुझे लेकर वे वहां से गए. അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു, ഈ പോകുന്ന വഴിയിൽ ആംബുലൻസിൽ വെച്ച് ഞാൻ മരിക്കും. और सभी ने कहा कि अस्पताल पहुंचने से पहले एम्बुलेंस में ही मेरी मृत्यु हो जाएगी. എന്നാലും കുടുംബം പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അയക്കാമെന്ന് പറഞ്ഞു.
लेकिन परिवार के लोगों ने कहा कोई बात नहीं, अगर मृत्यु हो जाए तो हो जाने दो, लेकिन हमें अगले अस्पताल में जाना है। അങ്ങനെ ഞാൻ മറ്റേ ഹോസ്പിറ്റലിൽ കടന്നു വന്നു. और उस प्रकार से मैं दूसरे अस्पताल में पहुंचा. അവിടെ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ റോബിൻ വർഗീസ് എന്ന് പറയുന്ന ഒരു വിശ്വാസിയാണ്. वहां पर डॉक्टर रॉबिन वर्गीस नाम के एक विश्वासी डॉक्टर थे. പ്രാർത്ഥിച്ചിട്ട് സർജറി ചെയ്യുന്ന ഹാർട്ട് സർജൻ ആണ് താൻ. और प्रार्थना करके हार्ट सर्जरी करने वाले एक सर्जन है वे. ഓപ്പൺ ഹാർട്ട് സർജറി ഇപ്പോഴും ചെയ്യുമ്പോൾ അതിന് മുന്നമേ പ്രാർത്ഥിച്ചിട്ട് രോഗിയോട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് സർജറി ചെയ്യുന്ന ഒരു തികഞ്ഞ വിശ്വാസി. और एक अच्छे विश्वासी है वे. अभी भी जब अस्पतालों में ओपन हार्ट सर्जरी करते हैं, उसके पहले प्रार्थना करके वे उस सर्जरी को करते हैं. അങ്ങനെ തന്റെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലുന്നു. मैं उनके पास में पहुंचा. ന്യൂയോർക്കിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളിൽ ഒന്നാണത്. न्यूयॉर्क के सबसे अच्छे अस्पतालों में से एक अस्पताल है वो. അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്തു. उनसे जो कुछ हो सकता था वो सब उन्होंने किया. 45 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. 45 दिन मैं वेंटिलेटर में था. 6 ആഴ്ച ഞാൻ കോമായിലായിരുന്നു, അൺകോൺഷ്യസ് ആയിരുന്നു. 6 सप्ताह में बेहोश था. 100-ൽ പരം ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. 100 से अधिक दिन मैं अस्पताल में था. ഏപ്രിൽ മാസം 19-ാം തീയതി രാത്രിയിൽ अप्रैल 19 रात को എന്റെ ഡോക്ടർ റോബിൻ വർഗീസ് ഭവനത്തിൽ ആയിരിക്കുന്നു. डॉक्टर रॉबिन वर्गीस अपने घर में थे. ടീം വിളിച്ചിട്ട് പറഞ്ഞു യാതൊരു ഹോപ്പുമില്ല, ഇപ്പോൾ മരിക്കും. और अस्पताल से लोगों ने उस डॉक्टर को फोन करके बोला कि इस व्यक्ति की मृत्यु हो जाएगी, कोई उम्मीद नहीं बची है. ഡോക്ടറുടെ ഭവനത്തിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരം യാത്രയുണ്ട്. और डॉक्टर का घर अस्पताल से लगभग 1 घंटे की दूरी पर है. ഞാൻ അന്ന് രാത്രിയിൽ എന്റെ കിടക്കയുടെ അടുക്കൽ കടന്നു വന്നു. लेकिन उस रात वह डॉक्टर मेरे कमरे में आया, अस्पताल में उस वार्ड में जहां मैं भर्ती था वहां आए. ഇത് എന്നോട് താൻ പിന്നീട് പറഞ്ഞ സാക്ഷ്യമാണ്. और बाद में उन्होंने बोली हुई गवाही है यह. താൻ എന്റെ അടുക്കൽ കടന്നു വന്നതിന് ശേഷം और वे मेरे पास आने के बाद ടീമിനോട് ചേർന്ന് ഡോക്ടേഴ്സിനോട് ചേർന്ന് ചെയ്യാവുന്ന എല്ലാം ചെയ്തു. डॉक्टर्स के अन्य डॉक्टर्स के साथ में मिलके उनसे जो कुछ हो सकता था वो सब किया. ഞാൻ മരിക്കുന്ന അവസ്ഥയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. और मैं मृत्यु की उस अवस्था में पहुंच गया था. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഓൾറെഡി ഭവനത്തിലുള്ളവരോട് പറഞ്ഞതാണ് ഞാൻ മരിക്കുമെന്ന്. और उसके पहले 3 बार अस्पताल के लोगों ने मेरे परिवार के जनों से बोल दिया था कि मैं बचूंगा नहीं, मेरी मृत्यु हो जाएगी. അന്ന് രാത്രിയിൽ ആശകൾ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ और उस रात जब सारी आशाएं विलुप्त हो गई थी, ആ ഡോക്ടർ ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി. उस डॉक्टर ने अपनी आंखें पहाड़ों की पर प्रभु की ओर उठाई. മോഡേൺ സയൻസിന് നൽകാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഞാൻ നൽകിയിരിക്കുന്നു, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. और उस डॉक्टर ने इस प्रकार से प्रार्थना की, आधुनिक चिकित्सा जगत को जो इलाज किया जा सकता है, सबसे बेहतर इलाज मैंने किया. ഞങ്ങൾ പഠിച്ചിരിക്കുന്ന സകലവും ഞങ്ങൾ ചെയ്തു. जो कुछ हमने सीखा हमने सब कुछ किया. യാതൊരു വ്യത്യാസവും കാണുന്നില്ല. लेकिन कुछ फर्क दिखाई नहीं दे रहा. കർത്താവേ നീ പ്രവർത്തിച്ചാലും परमेश्वर आप कार्य करें. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്. मुझसे डॉक्टर ने इस प्रकार से कहा. അന്ന് രാത്രിയിൽ ഞാൻ അതിന് പ്രതികരിക്കുവാൻ തുടങ്ങി. और उस रात उस प्रार्थना के बाद मेरा शरीर प्रतिक्रिया करने लगा. അടുത്ത ഒരാഴ്ച താൻ ചെയ്യാവുന്നത് ചെയ്തു. अगले 1 सप्ताह पुनः उन्होंने मेरा इलाज किया. ഞാൻ തിരിച്ച് എന്റെ റിക്കവറി തുടങ്ങി. धीरे धीरे मुझ में सुधार होने लगा. ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, परमेश्वर के लोगों, आज रात में आपसे कहूं, പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം. प्रार्थना का उत्तर है आज रात ये मेरी आवाज को आप सुन पा रहे हैं. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ മൗണ്ട് സൈനായിലെ ചാപ്ലിൻ എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. और दूसरे अस्पताल माउंट सनाई के चैपलिन ने मेरे पास आकर कहा, പാസ്റ്റർ, മിറക്കിൾ പാസ്റ്റർ, നിനക്ക് എന്നെ അറിയത്തില്ല. उन लोगों ने मुझसे कहा, पास्टर आप हमें नहीं जानते. നീ വന്ന അന്ന് രാത്രി മുതൽ നിന്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
और जिस रात आप अस्पताल में भर्ती हुए थे, आप बेहोश थे, उस रात से मैं आपके पास में आके प्रार्थना कर रहा था। എല്ലാ ദിവസവും അത്ഭുതം കാണുന്നവനാണ് ഞാൻ. हर दिन मैं चमत्कारों को देखने वाला व्यक्ति हूं. അനേക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. कई अद्भुत कार्यों को मैंने देखा है. നിന്റെ കൂടെ ഈ വാർഡിൽ കിടന്ന എല്ലാവരും മരിച്ചു, നീ മാത്രമേ ജീവനോടെ മടങ്ങി വന്നിട്ടുള്ളൂ. इस वार्ड में तेरे साथ में जितने लोग भर्ती थे, सबकी मृत्यु हो गई, केवल तू ही जिंदा बचा है. മറ്റുള്ളവർക്ക് സംഭവിച്ചത് എന്തെന്ന് എനിക്കറിയത്തില്ല. अन्य लोगों के साथ में क्या हुआ मुझे नहीं मालूम, എന്നാൽ നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. लेकिन तेरे साथ में क्या हुआ मुझे मालूम है. അവരെക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ തീവ്രമായ സിറ്റുവേഷൻ കോവിഡിന്റെ നിന്റേതായിരുന്നു. अन्य सारे लोगों से अधिक खराब हालात कोविड के कारण आपकी थी. അനേക അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. मैंने कई चमत्कारों को देखा है, എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. लेकिन मेरे जीवन में मैंने कभी भी इस प्रकार के चमत्कार को नहीं देखा. ദൈവജനമേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, प्रभु के लोगों, आज रात जब आप वचन को सुन रहे हैं, പ്രാർത്ഥന എന്ന് പറയുന്ന ഒറ്റ മറുപടിയാണ് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്. प्रार्थना ही एकमात्र समाधान है. आज रात को मैं आपको कहना चाहूंगा. ഞാൻ പറഞ്ഞുവല്ലോ 21 ദിവസം ഉപവാസ പ്രാർത്ഥന. मैंने बोला था 21 दिन की उपवास प्रार्थना में, ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തിലാണ് ഞാൻ രോഗിയായി മാറുന്നത്. उस उपवास प्रार्थना के आखिरी भाग में मैं स्वयं बीमार हो गया. 35 വർഷമായി ശുശ്രൂഷിക്കുന്ന സഭയാണ് ഞാൻ. 35 साल से मैं उस कलीसिया में पासबानी कर रहा हूं, പല നിലകളിൽ ശുശ്രൂഷിച്ച് ഇന്ന് ഞാൻ അവരുടെ പാസ്റ്റർ ആയിരിക്കുന്നു. और कई प्रकार की सेवा मैंने उस मंडली में की, और आज मैं पासबान हूं वहां. 35 വർഷമായി അവർക്ക് എന്നെ അറിയാം. 35 साल से वे मुझे जानते हैं. ഞാൻ മറ്റു അസുഖങ്ങളൊന്നും ഉള്ള വ്യക്തിയല്ല. और कोई बीमारी मेरे पास मेरे जीवन में नहीं थी, മറ്റു രോഗങ്ങളൊന്നും എനിക്കില്ല. अन्य और कोई बीमारी मेरे जीवन में नहीं. പെട്ടെന്ന് വന്ന ഒരു സംഭവത്തിൽ ജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और अचानक इस प्रकार की बीमारी जब मेरे जीवन में आई, हमारे लोग प्रार्थना करने लगे. ഫോൺ പ്രയർ, ചെയിൻ പ്രയർ, സൂം പ്രയർ, എല്ലാവരും പ്രാർത്ഥന തുടങ്ങി. फोन पे प्रार्थना, चेन प्रेयर्स, जूम पे प्रार्थना, सभी लोग प्रार्थना में जुड़ गए. സോഷ്യൽ മീഡിയയിൽ കൂടി ലോകമെല്ലാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. सोशल मीडिया के द्वारा ये खबर पूरे विश्व में फैल गई. हर विश्वासी प्रार्थना में लग गए. പാസ്റ്റർ ഫിനിഷ് സാമുവൽ പറഞ്ഞുവല്ലോ, നിങ്ങളുടെ എല്ലാ പ്രേ ഗ്രൂപ്പിലും പ്രാർത്ഥിക്കുവാനിടയായി. और जैसे प्रभु के दास पास्टर फिनिश स्टीफन ने बताया, हमारी बुधवार की रात्रि प्रार्थना में निरंतर हम इन विषयों के लिए प्रार्थना कर रहे थे. ഇന്ത്യയിലുള്ളവർ, നോർത്ത് ഇന്ത്യയിലുള്ളവർ, കേരളത്തിലുള്ളവർ, മറ്റ് രാജ്യങ്ങളിലുള്ളവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. उत्तर भारत से, दक्षिण भारत से, अन्य राज्यों के लोग प्रार्थना करने लगे. എന്നെ കണ്ടിട്ടില്ലാത്തവർ, ഞാൻ കണ്ടിട്ടില്ലാത്തവർ, അവരെല്ലാം പറയുന്ന ഒരു ടെസ്റ്റ് മണിയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറന്നു പോയിട്ടില്ല, പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഈ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. और बहुत तेरे लोग जिन्हें मैं नहीं जानता, वे मुझे नहीं जानते, लेकिन उन लोगों ने बाद में मुझे बताया कि प्रार्थना करते हैं, लेकिन प्रभु का आत्मा कहता भूलना नहीं है, पुनः प्रार्थना में बने रहना है. प्रभु बार बार याद दिलवाकर लोगों से प्रार्थनाओं को करवा रहा था. ദൈവത്തിന്റെ പൈതലേ, നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ നീ മടുത്തു പോകരുത്. ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. प्रियो, यदि प्रार्थना करने के बाद में आपको उत्तर मिलने में विलंब हो रहा है, आपको निराश नहीं होना है. परमेश्वर आज भी अद्भुत कार्यों को करता है. സാധാരണ കോവിഡ് വന്നൊരു 15 ദിവസം വെന്റിലേറ്ററിലായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ കടന്നു വരും. सामान्य रीति से यदि कोई कोविड से प्रभावित हो जाए और 15 दिन वेंटिलेटर में रहेगा, तो उसके शरीर के अंग उससे प्रभावित हो जाएंगे. എന്നെ ശുശ്രൂഷിച്ച എന്റെ ഡോക്ടർ പറഞ്ഞു, സാധാരണ അത് പതിവാണ്, എന്നാൽ നിന്റെ കേസിൽ യാതൊരു പ്രശ്നവുമില്ലാതെ, ലങ്സിന് മാത്രം പ്രശ്നം വന്നു, മറ്റൊന്നിനും പ്രശ്നമില്ലാതെ കർത്താവ് പരിപാലിച്ചു. लेकिन जिस डॉक्टर ने मेरा इलाज किया, उन्होंने कहा आपके शरीर के बाकी अंगों को इस बीमारी ने प्रभावित नहीं किया, केवल लंग्स ही उससे प्रभावित हुआ, और प्रभु ने अद्भुत तरीके से तुझे बचाया. സാധാരണ ശബ്ദത്തിന് പ്രശ്നം വരാറുണ്ട്. आमतौर पर लोगों की आवाज उससे प्रभावित हो जाती है.
ഞാൻ ഭവനത്തിൽ വന്ന അന്ന് മുതൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. പല ദിവസങ്ങളിൽ ആഴ്ചയിൽ ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ അതിനും പ്രശ്നമില്ല. अस्पताल से मेरे घर आने के दूसरे दिन से मैंने सेवकाई आरंभ कर ली, वचन का प्रचार करता हूं. प्रभु के अनुग्रह से मेरी आवाज में कोई गड़बड़ी नहीं हुई. ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രികാലം നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, प्रभु के प्रिय दासों दासियों, आज जो बात मैं आपको कहना चाहता हूं, ഞാനും നീയുമായിരിക്കുന്ന സാഹചര്യത്തെ കണ്ടിട്ട് നെഹമ്യാവ് കരഞ്ഞതുപോലെ കരയുവാൻ എനിക്ക് കഴിയുമെങ്കിൽ, मैं और आप जिन दुर्दशाओं से होकर गुजर रहे हैं उसको समझते हुए नहम्याह के समान यदि हम विलाप करने के लिए तैयार हो जाए. ഞാൻ വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കട്ടെ. जो पदभाग मैंने पढ़ा एक और बार मैं पढ़ना चाहूं. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. नहम्याह 1 उसका 4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ ये बात- നാൾ ദുഃഖിച്ചു ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ये बातें सुनते ही मैं बैठकर रोने लगा और कितने दिन तक विलाप करता और स्वर्ग के परमेश्वर के सम्मुख उपवास करता और यह कहकर प्रार्थना करता रहा. നെഹമ്യാവ് യെരുശലേമിലെ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, नहम्याह ने जब यरूशलेम की हालात को जान लिया, നെഹമ്യാവ് താൻ ആയിരുന്ന സ്ഥാനത്ത് ഒന്നിരുന്നു. नहम्याह जहां था वहां पर जरा बैठ गया. നെഹമ്യാവ് കരയുവാൻ തുടങ്ങി. वह रोने लगा. നെഹമ്യാവ് ഉപവസിക്കാൻ തുടങ്ങി. वह उपवास करने लगा. നെഹമ്യാവിന് സാഹചര്യത്തെ ഓർത്ത് ദുഃഖം തോന്നി. नहम्याह दुर्दशा को देखकर, परिस्थितियों को देखकर वह दुखी हुआ. നെഹമ്യാവ് ഉയരങ്ങളിലേക്ക് നോക്കി. नहम्याह ने अपनी आंखें ऊंचाइयों पर उठाई. നെഹമ്യാവ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. नहम्याह प्रार्थना करना आरंभ किया. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യം നിങ്ങളൊന്ന് നോക്കുക. आज जिस हालात में से होकर हम गुजर रहे हैं, आप जरा उसको देखिए. ഒരുമിച്ച് കടന്നു വന്ന് ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവജനത്തെ ഒതുക്കിയിട്ടിരിക്കുന്ന ശക്തി, और प्रभु के लोग मिलकर आराधना में जुड़ नहीं पा रहे, उनको रोकने वाली ताकतें, കോവിഡ് എന്ന് പറയുന്ന രോഗത്തിന്റെ ശക്തിയാൽ, വൈറസിന്റെ ശക്തിയാൽ ജനം കോവിഡ്- ഭയന്ന് ലോകം മുഴുവനായിരിക്കുന്നു. और कोविड नाम उस वायरस के कारण विश्व समुदाय में भय व्याप्त हो चुका है. ആരാധനാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. आराधना भवन बंद पड़े हुए हैं. ലോകത്ത് മുഴുവൻ സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. पूरे विश्व में यह बात हो रही है. നോഹയുടെ കാലത്തിന് ശേഷം ലോകം മുഴുവൻ ഒരുപോലെ സംഭവിച്ച ഒരു സംഭവം എന്ന് വിളിച്ചു പറയുവാൻ പറ്റുന്നതാണ് COVID-19. नूह के दिनों में पूरे विश्व में जल प्रलय आया था. उसके बाद में विश्व इतिहास में शायद पहली बार है इस प्रकार से कोविड-19 के कारण पूरा विश्व प्रभावित हुआ है. നല്ലൊരു ശതമാനം ആരാധനാലയങ്ങളും അടച്ചിട്ടു. और अधिकांश जगहों में आराधनालय बंद है. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആരാധിക്കുന്ന സഭ, ആ ചർച്ച അടച്ചില്ല. लेकिन जिस प्रार्थना भवन में हम आराधना करते हैं वो बंद नहीं हुआ. വളരെ ചുരുക്കം പേരകത്ത് കടന്നു വരുവാൻ തുടങ്ങി. कम संख्या में लोग वहां पर प्रार्थना में जुटे रहे. 10-15 പേര് മാത്രം. 10-15 लोग वहां प्रार्थना में जुड़ने लगे. ആരാധനകൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമുള്ള ആളുകൾ മാത്രം കടന്നു വന്നു. और लाइव स्ट्रीमिंग वहां से होता था, उसका प्रबंध करने के लिए लोग आराधना भवन में आते थे. ഇന്ന് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. आज भारत में, विश्व राज्यों में हजारों लाखों की संख्या में आराधना भवन इमारतें बंद पड़ी हुई है. ഞാൻ മിഷനറി യാത്ര ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. मैं मिशनरी यात्राएं करने वाला एक प्रभु का दास हूं. കഴിഞ്ഞ ജനുവരി മാസം യാത്ര ചെയ്തതിനു ശേഷം രോഗിയായി മാറി, അത് യാഥാർത്ഥ്യം. എന്നാൽ അതിനുശേഷം മെയ് മാസം യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ടിക്കറ്റ് എടുത്തതാണ്, എന്നാൽ കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്നു. और जनवरी में मैंने सफर किया था, उसके बाद में बीमार हुआ. मई महीने में जाने के लिए टिकट लिया था, लेकिन मैं जा नहीं पाया. ലോകത്തിലുള്ള അഭിഷക്തന്മാരെല്ലാവരും ഭവനങ്ങളിൽ അടഞ്ഞിരിക്കുന്നു.
और विश्व के अंदर प्रभु के दास दासी लोग अपने अपने घरों में बैठ चुके हैं। ഒരു രോഗിയുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം സോഷ്യൽ ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ അകന്നിരിക്കുന്നു. एक बीमार के सिर पर हाथ रखकर हम प्रार्थना नहीं कर पा रहे। सोशल डिस्टेंसिंग, सामाजिक दूरी को हमें पालन करना पड़ रहा है। നെഹമ്യാവിന്റെ അടുക്കൽ ജനം കടന്നു വന്നിട്ട് പറഞ്ഞു, യെരുശലേം തകർന്നു കിടക്കുന്നു, ആരാധനയില്ലാതിരിക്കുന്നു. और नेहम्याह के पास में लोग आकर कहते हैं, यरूशलेम उजाड़ पड़ा है, आराधना नहीं हो रही। ദൈവത്തിന്റെ ജനമേ, ഈ സാഹചര്യത്തെ കണ്ടിട്ട് കേട്ടപ്പോൾ നെഹമ്യാവ് വെറുതെ ഇരുന്നില്ല. प्रियो, नेहम्याह ने जब ये समाचार सुना, वो शांत नहीं रहा। ദൈവത്തിന്റെ സാന്നിധ്യം അയക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर अपनी उपस्थिति को भेजना चाहता है। സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. परिस्थितियों के परे परमेश्वर अपने कार्यों को आज भी करना चाहता है। രോഗികൾക്ക് സൗഖ്യം പകരുവാൻ ഇന്നും ദൈവം ആഗ്രഹിക്കുന്നു. आज भी परमेश्वर बीमारों को चंगाई देना चाहता है। സ്നാനങ്ങൾ നടക്കുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. आज भी परमेश्वर चाहता है कि लोग बपतिस्मा ले। ഇരുളിന്റെ ശക്തികൾ പറഞ്ഞെന്നിരിക്കും, സാഹചര്യം കൊണ്ട് നിനക്കിത് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന്. अंधकार की ताकतें शायद आपको कहेगी परिस्थितियां आपके अनुकूल नहीं है। എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തനം ദേശത്ത് നടക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. लेकिन यदि परमेश्वर का कार्य प्रकट होना है, प्रभु को एक व्यक्ति की जरूरत है। ഇന്ന് രാത്രി മണിക്കൂറുകൾ ദൈവസന്നിധിയെ കടന്നു വന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിരിക്കുന്ന നാം ഒരുമിച്ച് ദൈവസന്നിധിയെ വന്നിരിക്കുമ്പോൾ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. और प्रियो, आज भारत के अलग अलग भागों से, विश्व के अलग अलग भागों से हम प्रार्थना में जब जुटे हुए हैं, वही बात हो रही है। പാസ്റ്റർ ഫിന്നിക്ക് എല്ലായിടത്തും ചിലപ്പോൾ ഇപ്പോൾ പഴയതുപോലെ യാത്ര ചെയ്യുവാൻ പറ്റത്തില്ലായിരിക്കും. और पास्टर फिन्नी जैसे पहले सफर किया करते थे, वैसे शायद हर जगहों में वे नहीं जा पाएंगे। പാട്ടുകൾ പാടി സഹായിച്ച അഭിഷക്തന് ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ഒരു ഗ്രൂപ്പിന്റെ അടുക്കൽ നിന്ന് പാടുവാൻ കഴിയത്തില്ലായിരിക്കും. और आराधना में हमारे अगुवाई किए हुए प्रभु के दास खुलकर कई स्थानों में जाकर सभाओं का आयोजन शायद नहीं कर पा रहे होंगे। എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ഇന്നും ദൈവം തന്റെ സാന്നിധ്യം ഇറക്കി കൊണ്ടുവരുമെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. लेकिन प्रियो, हमें नहीं भूलना है, मैं और आप जहां से प्रार्थना करेंगे, वहां पर वहीं से परमेश्वर अपनी उपस्थिति को जन समुदाय में उतार देगा। ദേശത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇന്ന് ഇറങ്ങി വരും. देश की चुनौतियों को रखकर, देश की समस्याओं को लेकर यदि मैं और आप प्रार्थना करेंगे, तो हमारा परमेश्वर उतर आएगा। ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഈ സാഹചര്യം ലോകത്തിന്റെ ഒരു ഉണർവിനായിട്ട് ഉപയോഗിക്കണമേ എന്നാണ്. मेरी एक ही प्रार्थना है, प्रभु, ये दुर्दशा, ये जो विपरीत परिस्थिति के मध्य में इस विश्व में एक आत्मिक जागृति आने पाए, उसके लिए प्रभु आप इसे इस्तेमाल में लीजिए। അമേരിക്കയിൽ അടിമത്വം കിടക്കുന്ന സമയത്താണ് വില്യം സേമോർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഒരു അടിമയായിരിക്കുന്നവനെ ദൈവം ഉപയോഗിച്ചത്. अमेरिका में जब गुलाम प्रथा प्रभावी थी, हावी थी, ऐसे समयों में एक गुलाम विलियम सेमूर को प्रभु ने खड़ा किया और उसके द्वारा एक जागृति को इस क्षेत्र में भेजा। കത്തോലിക്ക മത സമൂഹം ക്രിസ്തുവിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം മാർട്ടിൻ ലൂഥറിനെ എഴുന്നേൽപ്പിച്ചത്. और कैथोलिक चर्च जब मसीह से दूर हो रहा था, ऐसे समयों में परमेश्वर ने मार्टिन लूथर को खड़ा किया। യാത്ര ചെയ്യുവാൻ പ്രയാസമുള്ളപ്പോൾ അഥവാ വാഹനങ്ങൾ ഒന്നുമില്ലായിരുന്നപ്പോൾ കുതിര മാത്രം യാത്രയ്ക്ക് ഉപയോഗിച്ചപ്പോൾ ജോൺ വെസ്ലിയെ കാലഘട്ടത്തിൽ അനേക മൈലുകൾ യാത്ര ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. ऐसे समयों में जब वहां वाहन लोगों के पास में उपलब्ध नहीं था, लोग घोड़ों पर सवारियां करते थे, ऐसे समयों में मीलों मील घोड़ों पर सवारी करते हुए प्रभु ने अपने दास जॉन वेस्ली को खड़ा किया। ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. प्रियो, प्रभु के कार्य के लिए परमेश्वर को एक व्यक्ति की जरूरत है. പാട്ടുകൾ പാടിയ സഹോദര,
നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. गीत की अगुवाई किए हुए भाई, प्रभु को आपकी जरूरत है. ഇന്ന് രാത്രികാലം അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് സഹായിച്ച സഹോദരി, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. आज रात अन्य भाषा में प्रार्थना करके सहयोग किया हुआ बहन, प्रभु कहता है कि मुझे आपकी जरूरत है. കോവിഡ് ഒക്കെ വന്നു പോകും, എന്നാൽ കർത്താവിന്റെ രാജ്യം നിലനിൽക്കുന്ന രാജ്യമാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. प्रियो, कोविड आएगा, कोविड जाएगा, लेकिन परमेश्वर का राज्य सदा सर्वदा बना रहने वाला राज्य है. इस बात को भूलना मत. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. परमेश्वर के कार्य योजना को आगे बढ़ाने के लिए परमेश्वर को एक व्यक्ति की जरूरत है. ഈ ഭൂമിയോ ദൈവം മനുഷ്യനെ കൂടാതെ ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. प्रियो, इस संसार में परमेश्वर मनुष्य को छोड़कर या मनुष्य के जरिए के अलावा अपने कार्य को नहीं करेगा. ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നത്. लाखों की संख्या में लोगों ने मेरे लिए प्रार्थना की, उसके फलस्वरूप आज मैं जीवित होकर आपके बीच में सेवा कर रहा हूं. എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ പകരുവാനിടയായത് ജനത്തിന്റെ പ്രാർത്ഥനയാലാണ്. और लोगों की प्रार्थना के द्वारा पवित्र आत्मा का सामर्थ्य मेरे ऊपर आया और मैं सारी बातों को आज कर पा रहा हूं. ഇന്ന് രാത്രിയിൽ നീ സൂമിൽ കടന്നു വന്ന് ചില മണിക്കൂറുകൾ ദൈവസന്നിധിയെ മുഴങ്കാലും അടക്കുന്നത് അത് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിനും നിനക്കും തലമുറകൾക്കും അനുഗ്രഹത്തിന് കാരണമാകും. प्रियो, आज रात इस प्रकार से जूम में मिलकर यदि आप प्रार्थना में लगे हुए हैं, प्रभु को पुकार रहे हैं, न केवल आपके लिए लेकिन आपकी पीढ़ियों के लिए, जन समुदायों के लिए यह एक आशीष का कारण बनने जा रहा है. പെന്തക്കോസ്തിന്റെ ശക്തി കേരളത്തിൽ വന്ന സമയത്ത് ഇറങ്ങിയ കുടുംബങ്ങളിൽ ചിലതാണ് ഞങ്ങളുടെയും കുടുംബം. और पिंतकुस की जागृति जब दक्षिण भारत में केरल में आरंभ हुई थी, उस आरंभिक दिनों में हमारे परिवार के हमारे पिताओं ने उस जागृति के अंदर प्रभु के लिए कदमों को रखा था. ആ തലമുറകൾ മരത്തിന്റെ കീഴിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചവരാണ്. और हमारे माता हमारे पुरखाओं ने पेड़ के नीचे घुटने टेक कर प्रार्थना किया था. തലമുറകൾ മാറിയെന്ന് പറഞ്ഞുകൊണ്ട്, കാലങ്ങൾ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങൾ മാറിയിട്ടില്ല. प्रियो, पीढ़ियां गुजर गई, समय बदल गया, लेकिन मेरे परमेश्वर के कार्य करने के तरीके में बदलाव नहीं आया. സ്വർഗത്തിൽ നിന്ന് ഇന്നും ദൈവം നോക്കുന്നു ആരെ ദൈവരാജ്യത്തിന് വേണ്ടി ലഭിക്കുമെന്ന്. स्वर्ग से प्रभु निहार रहा है, वह व्यक्ति कौन है जो मेरे लोगों के लिए विलाप करने को तैयार है. ഇന്ത്യയിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യാസമുണ്ടാക്കുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ചിലരെ ദൈവം നോക്കുന്നു. भारत आज जिस दुर्दशा से होकर गुजर रहा है, उसमें बदलाव लाने के लिए, एक परिवर्तन की हवा को बहाने के लिए परमेश्वर ढूंढ रहा है कौन उस नाके में खड़ा रहने को तैयार है. ഇവിടെ ഭയപ്പെട്ടവർക്ക് ഭയപ്പെടുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. प्रियो, जो डरता है, जो भयभीत होता है, ऐसे लोगों को प्रभु इस्तेमाल में नहीं कर सकता. 30,000 പേരിൽ നിന്ന് 300 പേരെ തിരഞ്ഞെടുത്തവനാണ് ദൈവം. 30,000 की भीड़ में से 300 लोगों को चुनने वाला है तेरा परमेश्वर. ദൈവത്തിന് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. परमेश्वर को एक व्यक्ति की जरूरत है. ദൈവത്തിന് ഒരു അഭിഷക്തനെ ആവശ്യമുണ്ട്. परमेश्वर एक अभिषिक्त को ढूंढता है. ദൈവത്തിന് ഒരു അഭിഷക്തയെ ആവശ്യമുണ്ട്. परमेश्वर एक अभिषिक्त बहन को ढूंढता है. 2, ദൈവത്തിനൊരു പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള സ്ഥലം ആവശ്യമുണ്ട്. और परमेश्वर अपने कार्यों को करने के लिए एक स्थान को ढूंढ रहा है. 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ എവിടെ കടന്നു വന്നാലും ഞാൻ കടന്നു വരാം അതിന്റെ മധ്യത്തിൽ. और प्रभु का वायदा है कि जहां 2 या 3 लोग मेरे नाम से एकत्रित होंगे, उनके मध्य में मैं उतर आऊंगा. അപ്പോൾ ഞാനും നീയും കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം. यदि ऐसा है तो जहां पर मैं और आप एकत्रित होते हैं, हमारे मध्य में उतर आने वाला परमेश्वर. ഫിസിക്കലി നമുക്ക് ചിലപ്പോൾ ഒരുമിച്ച് വരാൻ കഴിയത്തില്ലായിരിക്കും. और स्वाभाविक में शायद हम आपस में एक भवन में एकत्रित नहीं हो पा रहे होंगे.
ഈ പ്രത്യേക സാഹചര്യം കൊണ്ട് ചിലപ്പോൾ കടന്നു വരുവാൻ കഴിയത്തില്ലായിരിക്കും. और ये बीमारी के इस माहौल में शायद हम खुलकर आपस में मिल नहीं पा रहे होंगे, എന്നാൽ നാം ഒരുമിച്ച് ഈ സൂമിൽ കടന്നു വരുമ്പോൾ लेकिन हम मिलकर जब इस जूम में एकत्रित होते हैं, അതിന്റെ മധ്യത്തിൽ എന്റെ ദൈവം ഇറങ്ങി വരും. उसके मध्य में मेरा परमेश्वर उतर आता है. അതിന്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ उसके मध्य में यदि प्रभु उतर आ गया तो യെരിഹോവിന്റെ മതിലുകൾ തകരപ്പെടും. यरीहो की शहरपनाहें गिर जाएगी. എന്റെയും നിന്റെയും ജീവിതത്തിൽ വെച്ചിരിക്കുന്ന തടസ്സങ്ങളെ എന്റെ ദൈവം ഇന്ന് രാത്രികാലം മാറ്റിമറിക്കും. मेरे और आपके जीवन में जो रुकावट है उन्हें मेरा परमेश्वर हटाएगा. വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ എല്ലാ യെരിഹോവിന്റെ മതിലുകളും ഇന്ന് രാത്രികാലം തകർന്നു വീഴട്ടെ. आपके वायदों के खिलाफ खड़ी हुई सारी यरीहो की दीवारें यीशु के नाम से आज रात को नस्तानुबुद होने पाए. 40 സംവത്സരമായിട്ട് വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ തകരപ്പെടുവാൻ കൽപ്പിക്കുകയാണ്. और 40 साल से तेरे वायदों की पूर्तिकरण का तो इंतजार कर रही है. यीशु नासरी के नाम से वे रुकावटों को हम निरस्त घोषित करते हैं. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ യെരിഹോ മാറി നിന്നേ മതിയാകത്തുള്ളൂ. परमेश्वर की उपस्थिति उतर आएगी तो यरीहो को स्वतः दो भाग होना पड़ेगा, स्थान देना पड़ेगा. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ യോർദാൻ വഴി ഒരുക്കിയേ മതിയാകത്തുള്ളൂ. परमेश्वर की उपस्थिति उतर आए, यरदन को स्वाभाविक रीति से मार्ग देना पड़ेगा. യഹോവയെ ദൈവം യോശുവയോട് പറഞ്ഞു, यहोवा परमेश्वर ने यहोशू से कहा, നീ പറ, ചെന്ന് പറ പെട്ടകം കൊണ്ടുവരുവാൻ. तू जाकर बोल संदूक को लेकर आने को. പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ കാല് ചവിട്ടിയപ്പോൾ संदूक को लेकर चलने वाले याजकों के पैर जब यरदन में गिरे. ഒന്നുകൂടി ഞാൻ പറയട്ടെ. एक और बार में दोहराऊं, വഹിക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ കാല് ചവിട്ടിയപ്പോൾ और जैसे ही उस संदूक को लेकर चलने वाले याजकों के पैर उस यरदन के जल में जब स्पर्श किया, കാല് ചവിട്ടുന്നതിന് മുന്നമേ ഒന്നും സംഭവിച്ചില്ല. पैर रखने से पहले, उस जल में पैर रखने से पहले कुछ भी नहीं हुआ. വെറുതെ കാല് ചവിട്ടിയാലും ഒന്നും സംഭവിക്കത്തില്ല. वैसे ही पैर रखोगे तो भी कुछ नहीं होगा. പെട്ടകം ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. संदूक प्रभु की उपस्थिति को दर्शाता है. ദൈവജനമേ, ഇന്ന് രാത്രികാലം ഒരുമിച്ച് നാം കടന്നു വരുമ്പോൾ प्रभु के लोगों, आज रात जब हम एकत्रित होते हैं ആ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. और वह प्रभु की उपस्थिति हमारे मध्य में है, ആ ദൈവ സാന്നിധ്യത്തിൽ പാദങ്ങൾ ഹല്ലേലൂയ യോർദാനിൽ ചവിട്ടുമ്പോൾ और उस परमेश्वरी उपस्थिति में हमारे पैर जब यरदन को स्पर्श करेंगे. ഇന്നത്തെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഒരു സഹോദരി പറഞ്ഞുവല്ലോ ഡയബറ്റീസിന്റെ അവസ്ഥയില്. और आज की इस प्रार्थना सभा में एक बहन ने डायबिटीज की बीमारी के बारे में बोला था. ദൈവത്തിന്റെ സാന്നിധ്യം ഈ സൂം മീറ്റിംഗിൽ നടക്കുന്നുണ്ട് സഹോദരി. प्रिय बहन उषा, परमेश्वर की उपस्थिति आज इस सभा में है. ദൈവത്തിന്റെ അഭിഷക്തന്മാർ അഭിഷക്തകൾ യേശുവിന്റെ നാമത്തിൽ അന്യഭാഷയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ और जब प्रभु के लोगों ने अन्य भाषा में आपके लिए प्रार्थना किया, उस समय ആ ദൈവ സാന്നിധ്യം വിടുതലായിട്ട് നിന്റെ ശരീരത്തിന്റെ മേൽ വന്നിട്ടുണ്ട്. परमेश्वर की उपस्थिति चंगाई के रूप में आपके जीवन में उतर आई है. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. मेरा परमेश्वर अद्भुत कार्यों को करने वाला परमेश्वर. എന്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. मेरा परमेश्वर आज भी अद्भुत कार्यों को करता है. ദൈവജനം ദൈവ സാന്നിധ്യം വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ प्रियो, जब आप प्रभु की उपस्थिति को समझकर आप प्रार्थना करेंगे ആ ദൈവ സാന്നിധ്യം വിടുതലുകളെ और കൊണ്ടുവരുവാനിടയാണ്. वह उपस्थिति छुटकारे को लेकर आएगी. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, आज रात प्रभु की उपस्थिति में आए हुए प्रभु के लोगों, ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. मैं अपनी बातों को यहाँ विराम देना चाहता हूँ. അത്ഭുതങ്ങളെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തു. मेरे जीवन में परमेश्वर ने अद्भुत कार्यों को किया. 6.5 മാസക്കാലം എന്റെ വൈഫിന് ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. 6.5 महीने तक मेरी पत्नी नौकरी पे नहीं जा पाई.
അവിടെയും ദൈവത്തിന്റെ അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. वहां भी प्रभु ने अपने अद्भुत कार्य को किया. ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കരത്തെ വെളിപ്പെടുത്തി. सेवकाई में प्रभु ने अपने कार्य को प्रकट किया. എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവ സാന്നിധ്യം ദൈവം പകരുന്നു. सारी बातों को करने के लिए प्रभु अपने अनुग्रह को मेरे जीवन में दे रहा है. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. आपने भी मेरे लिए प्रार्थना की, मुझे मालूम है. പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. पिछले दिनों में आपने मेरे लिए प्रार्थना की. आज चंगाई पाकर आपके साथ में, आपके मध्य में सेवकाई करने का अवसर परमेश्वर ने मुझे दिया. मैं प्रभु को धन्यवाद देता हूँ. കർത്താവിന്റെ അഭിഷക്തദാസൻ പാസ്റ്റർ ഫിന്നിഷ് സാമുവേലിന് നന്ദി അറിയിക്കുന്നു. प्रभु के दास पास्टर फिनिस स्टीफन को धन्यवाद देना चाहता हूँ. കർത്താവ് നിങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. प्रभु आपकी सेवकाइयों को आशीषित करने पाए. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഇതെല്ലാം ഒന്ന് മാറ്റിമറിച്ചിട്ട് കർത്താവിന്റെ അനുഗ്രഹം പിന്നെയും ദൈവജനത്തിന്റെ മധ്യത്തിൽ പകരുവാനിടയാകട്ടെ. और होने देने पाए कि प्रभु की उपस्थिति इन परिस्थितियों को रूपांतरित करके अपने लोगों को आशीषित करने पाए. അവസരം നൽകിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. आप सभी को दिल से धन्यवाद देता हूँ. प्रभु आपको आशीष देने पाए.